3 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് പോകുന്ന ആദ്യ യാത്ര. എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ എവറസ്റ്റ് പീക്കും, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ ബേസ്മെന്റ് ലെവലും. സ്യൂട്ട് കേസ് വെയിറ്റ് നോക്കിയപ്പോൾ ബോർഡിംഗ് പാസ് പോലും പേടിക്കും. പറയല്ലേ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഉള്ള ഗിഫ്റ്റ്സ് ആണിത്. സൂട്ട് കേസ് തുറക്കുമ്പോൾ കസ്റ്റം ഓഫീസർ പോലും കൺഫ്യൂസ് ആയനെ, ഷോപ്പാണോ അതോ ലഗേജ് ആണോ എന്ന്. ചോക്ലേറ്റ്സ് എല്ലാം കണ്ടാൽ കുട്ടികൾ വിചാരിക്കും ഇതൊക്കെ ഡെയിലി കഴിക്കണമാണോ എന്ന്. ഒരിക്കലുമല്ല. കോഫി ലവേഴ്സിന് ടിമോട്ടൻ കോഫിയും സ്റ്റാർബക്സിന്റെ മഗും ഇതൊക്കെ എന്തിനാ? കോഫി ടേസ്റ്റ് സെയിം ആണെങ്കിലും സ്റ്റേറ്റസ് ഡിഫറെന്റ് ആണല്ലോ. പിന്നെ ഹാൻഡ് ബാഗ്സ്, വാലറ്റ്, കോസ്മെറ്റിക്സ്, പെർഫ്യൂം. പിന്നെ എന്തിനു പറയണോ, കാനഡ ക്ലൈമറ്റ് ഡാമേജ് റിപ്പയർ കിറ്റ് മുഴുവൻ വാങ്ങിച്ചു. എന്തിനാന്ന് ചോദിക്കല്ലേ, കുട്ടികൾക്ക് ടോയ്സും ജെൻസിന് ഷൂസും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള വിസ്കി ബോട്ടിൽസും ഡിഫറെന്റ് ഫ്ലേവർ ഷോട്ട്സും ഇതൊക്കെ കെയർഫുള്ളി റാപ്പ് ചെയ്യണം. ബ്രേക്ക് ആയാൽ ഫ്രണ്ട്ഷിപ്പും ബ്രേക്ക് ആവും. മേപ്പിൾ സിറപ്പ് വരെ വാങ്ങിച്ചു. ചോറിന് വെച്ച് കഴിക്കില്ല എന്ന് പറഞ്ഞാലും കൊണ്ടുപോകാതെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. സ്യൂട്ട് കേസ് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റിയലൈസേഷൻ എന്താണെന്ന് അറിയോ? ലവ് ഇസ് ഹെവി, ആൽക്കഹോൾ മേക്സ് ഇറ്റ് ഹെവിയർ എന്ന. ഫോണിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും ഇതൊരു യൂണിവേഴ്സൽ സ്ട്രഗിൾ ആണ്. കാനഡയിൽ നിന്നുള്ള ഗിഫ്റ്റ്സ് എന്നുള്ള മിഷൻ ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സൂട്ട് കേസും ഞങ്ങളൊക്കെ സർവൈവ് ചെയ്തെങ്കിലും ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വ്ലോഗ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ഡ്രാമ ഗ്യാരണ്ടീഡ്.